നമസ്കാരം. അഗ്നിഹോത്രികളുടെ 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ നക്ഷത്രഫലം. ഉത്രാടം നക്ഷത്രം. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ 2025 ജൂലൈ 1 മുതൽ 31 വരെ, അതായത് മിഥുനം 17 മുതൽ കർക്കിടകം 15 വരെയുള്ള സമ്പൂർണ്ണ നക്ഷത്രഫലങ്ങളാണ് നവഗ്രഹങ്ങളുടെ രാശി സഞ്ചാരം അവലംബിക്കുന്നു. ഉത്രാടം നക്ഷത്രജാതരുടെ സമ്പത്ത് വർദ്ധിക്കുന്ന സമയമാണിത്. ഏറെ ഭാഗ്യാനുഭവങ്ങൾ ലഭിക്കുന്ന മാസങ്ങളാണ് വരുന്നത്. പ്രവർത്തന രംഗത്ത് വളരെ അനുകൂലമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. ഒരുപാട് കാലമായി പരിശ്രമിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഫലവത്താവുന്നു. ഏറെക്കാലമായി കാത്തിരുന്ന ചില കാര്യങ്ങൾ സഫലമാകുന്നു. ജോലിക്കാരാണെങ്കിൽ ശമ്പള വർധനവ് ഉണ്ടാകുന്നു. ഔദ്യോഗിക രംഗത്ത് പല സന്തോഷാനുഭവങ്ങളും ഉണ്ടാകുന്നു. വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കുന്നു. കുടുംബജീവിതം സന്തോഷകരമായി മാറുന്നു. കുടുംബത്തിൽ പുതിയ വാഹനം വാങ്ങുന്നതാണ്. തീർത്ഥയാത്രകളിലും ക്ഷേത്ര സന്ദർശനങ്ങളിലും മറ്റു ദാനധർമ്മ പ്രവൃത്തികളിലും പങ്കെടുക്കുവാനുള്ള അവസരങ്ങളും കാണുന്നുണ്ട്. കഴിഞ്ഞ കുറേ കാലങ്ങളായി അനുഭവിച്ച ദുരിതങ്ങൾ പൂർണ്ണമായും ഒഴിവാകുന്നതായാണ് കാണുന്നത്. ജീവിതം സന്തോഷം നിറഞ്ഞതായിരിക്കും. എന്നാൽ പ്രാർത്ഥനകളും വഴിപാടുകളും മുടങ്ങാതെ നടത്തേണ്ടതുണ്ട്. അന്യനാട്ടിൽ കഴിയുന്നവർക്ക് ആഗ്രഹിച്ച സ്ഥലത്തേക്കുള്ള മാറ്റം ലഭിക്കുന്നതാണ്. ദൈവാധീനമുള്ള സമയമാണ്. നിങ്ങളുടെയും ജീവിത പങ്കാളിയുടെയും കർമ്മഭാഗ്യം കൊണ്ട് ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബാംഗങ്ങളുടെയെല്ലാം ആരോഗ്യം വളരെ തൃപ്തികരമാണ്. അപവാദം, ദുഷ്പേര് തുടങ്ങിയവ മാറിക്കിട്ടുന്നതാണ്. ദമ്പതിമാരുടെ പ്രശ്നങ്ങൾക്ക് സമ്പൂർണ്ണ പരിഹാരം കാണുന്ന സമയമാണിത്. അതുപോലെ തന്നെ സന്താനങ്ങളില്ലാത്ത ദമ്പതിമാരാണെങ്കിൽ സന്താനയോഗം തെളിയുന്നു. പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാൻ അനുയോജ്യമായ സമയമാണ്. അവിവാഹിതരാണെങ്കിൽ വിവാഹം നടക്കാൻ സാധ്യതയുള്ള സമയമാണ്. പുതിയ ഗൃഹത്തിലേക്ക് താമസം മാറുവാൻ നിർബന്ധിതമായേക്കാം. വിദേശത്ത് ജോലി, ബിസിനസ് എന്നിവ നോക്കുന്നവരാണെങ്കിൽ അനന്തമായ അനുകൂല സാധ്യതകളാണ് കൈവരുന്നത്. അഭീഷ്ടസിദ്ധി, ആഗ്രഹ പൂർത്തീകരണം എന്നിവയും പ്രാപ്തമാണ്. തങ്ങളുടെ ജീവിത പങ്കാളിയിലൂടെയോ സുഹൃത്തുക്കളിലൂടെയോ നിങ്ങൾക്കും കുടുംബത്തിനും ഐശ്വര്യവും സന്തോഷവും കൈവരുന്നതായാണ് കാണുവാൻ സാധിക്കുന്നത്. ബന്ധുക്കളുടെയും അടുത്ത സുഹൃത്തുക്കളുടെയും സഹായങ്ങൾ ഗുണകരമാകുന്ന സമയമാണ്. സഹോദര സ്ഥാനത്തുള്ളവരുടെ ശത്രുതാഭാവം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ബന്ധുക്കളിലെ അടുത്തവരിലോ ഉള്ള ശത്രുതയിലൂടെ വരുന്ന ദോഷങ്ങൾ മൂലം വിവിധ പ്രശ്നങ്ങൾക്കുള്ള സാധ്യത കാണുന്നുണ്ട്. വിവിധ തരം ദോഷങ്ങളാലും അറിഞ്ഞോ അറിയാതെയോ വന്നു ചേർന്നിട്ടുള്ള കർമ്മദോഷങ്ങളാലുമുള്ള തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവ അനുഭവയോഗ്യമായി തീരുന്ന സമയമാണിത്. എങ്കിലും തർക്കങ്ങളിലോ നിയമപ്രശ്നങ്ങളിലോ ഉള്ള അനുകൂലമായ തീരുമാനം അല്പം വൈകിട്ടാണെങ്കിലും നിങ്ങളെ ആത്മവിശ്വാസത്തോടെ കൂടുതൽ ജീവിത വിജയങ്ങൾ നേടുന്നതിന് പ്രചോദിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സന്താന ശ്രേയസ്, കീർത്തി, യശസ് എന്നിവ കാണുന്നുണ്ട്. ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളോടെ നിങ്ങളുടെ മുടങ്ങിപ്പോയ ചില കാര്യങ്ങൾ പുനരാരംഭിക്കുന്നതാണ്. പിതൃപൂർവിക സ്വത്ത് കൈവശം വരാനുള്ള കാര്യങ്ങളിൽ തടസ്സ നിവൃത്തി കാണുന്നുണ്ട്. സഹോദരങ്ങൾക്ക് താരതമ്യേന ദൈവാധീനം കുറഞ്ഞ സമയമാണ്. ജൂലൈ മുതൽ ഒക്ടോബർ വരെയുള്ള സമയം വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അവരുടെ കാര്യങ്ങളിലുള്ള ശ്രദ്ധ അഭിലഷണീയമാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. വിദ്യാർത്ഥികളാണെങ്കിൽ പഠനകാര്യങ്ങളിൽ അലസരാവാനുള്ള സാധ്യതകളും കാണുന്നുണ്ട്. സഹോദരങ്ങളുടെ കുടുംബക്ഷയം, ദ്രവ്യനാശം, അപകടങ്ങൾ എന്നിവ സംഭവിച്ചേക്കാം. മാതൃപിതൃസ്ഥാനത്തുള്ളവർക്കും തുടർമാസങ്ങളിൽ ചില ദോഷങ്ങൾ കാണുന്നുണ്ട്. അതിനാൽ അവരുടെ ആരോഗ്യകാര്യങ്ങളിലും ക്ഷേമകാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നതും ഗുണം ചെയ്യുന്നു. ഇനി ജോലി സംബന്ധമായ യാത്രകൾ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യാത്രാസംബന്ധമായ അസ്ഥിരതകൾ ഒഴിവാക്കുവാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് കുടുംബത്തിൽ നഷ്ടപ്പെട്ട സ്ഥാനം തിരിച്ചു കിട്ടുന്നതായാണ്
വരുന്ന മാസങ്ങളിൽ കാണുന്നത്. നിങ്ങളുടെ വാഹന ഉപയോഗത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ടുന്ന സമയമാണ്. അപകടങ്ങളിലൂടെയുള്ള ശാരീരിക അവശതകൾ, കർമ്മദോഷങ്ങളിലൂടെയുള്ള മാനസിക അസ്വസ്ഥതകൾ എന്നിവയും അലട്ടിയേക്കാം. അല്പം കരുതലിലൂടെ ഭാവിയിൽ വന്നേക്കാവുന്ന വിഷമതകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാൻ സാധിക്കുന്നതാണ്. ഇനി സിനിമാ മേഖല, കല, സാഹിത്യം എന്നിവയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് വളരെ അനുചിതമായ സമയമായതിനാൽ ശ്രദ്ധിക്കുന്നത് അഭികാമ്യം. ബാങ്കിംഗ്, അധ്യാപനം കൂടാതെ കായികാധ്വാനങ്ങളിൽ ഏർപ്പെടുന്നവർക്കും ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയം തന്നെയാണ്. നവഗ്രഹ, ശിവ, ദേവി, വിഘ്നേശ്വര ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും ഉത്തമമാണ്. കൂടാതെ നിങ്ങളുടെ തട്ടകത്തെ ശാസ്താക്ഷേത്രത്തിൽ സാധ്യമാവുകയാണെങ്കിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുന്നതും അനുഗ്രഹദായകവും അഭീഷ്ടസിദ്ധി പ്രാപ്തവുമാണ്. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങളിലൂടെ നിങ്ങളുടെ കർമ്മദോഷങ്ങൾ നീക്കുന്നതിനും ജീവിത വിജയം നേടുന്നതിനുമായി ഞങ്ങളുടെ ബിസിനസ് വാട്സപ്പ് നമ്പറിലോ മെയിലിലോ ബന്ധപ്പെടുക. പരീക്ഷ, ഇൻ്റർവ്യൂ, ഇഷ്ടജീവിത പങ്കാളി, വിവാഹം, സന്താനഭാഗ്യം, രോഗദുരിതങ്ങളിൽ നിന്നുള്ള മോചനം, ഉദ്യോഗസ്ഥാന ലബ്ധി, ഭൂമി സ്വീകരണം, ഗൃഹനിർമ്മാണം, ഇഷ്ടജനലബ്ധി, ദാമ്പത്യ സൗഖ്യം, ജോലി, ബിസിനസ്, മറ്റു കർമ്മരംഗങ്ങളിലെ അഭിവൃദ്ധി, ആയുരാരോഗ്യ സൗഖ്യം, സർവസമസ്ത സമ്പദ് സമൃദ്ധി തുടങ്ങി എല്ലാ ജീവിത വിജയങ്ങൾക്കും കൂടാതെ സമ്പൂർണ്ണ ദോഷപരിഹാരങ്ങൾക്കും ഇഷ്ടകാര്യ വിജയങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങൾക്കുമായി വിവിധ രത്നക്കല്ലുകൾ ധരിക്കുന്നതിനുള്ള ഉപദേശങ്ങൾക്കായും പ്രശ്നപരിഹാരങ്ങൾക്കുമായി നിങ്ങൾക്ക് അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാരുടെ ഉപദേശം സ്വീകരിക്കാവുന്നതാണ്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നേരിട്ടുള്ള പ്രൈവറ്റ് കൺസൾട്ടേഷൻ, ഓൺലൈൻ ഫോൺ കൺസൾട്ടേഷൻ എന്നിവയ്ക്ക് വാട്സപ്പിലൂടെയോ മെയിലിലൂടെയോ ഉള്ള മുൻകൂർ ബുക്കിംഗ് ആവശ്യമാണ്. ബിസിനസ് വാട്സപ്പ് നമ്പർ ശ്രദ്ധിച്ചോളൂ: 9846797971. മെയിൽ ID myniyogam@gmail.com. നിങ്ങളുടെ എല്ലാവിധത്തിലുമുള്ള പിതൃ, കർമ്മ, ഗ്രഹ, രാശി, നക്ഷത്ര ദോഷനിവൃത്തികൾക്കും പരമമായ ജീവിത വിജയത്തിനും അവസാനത്തെ അത്താണി അഗ്നിഹോത്രി ജീവിത നിയോഗ ആചാര്യന്മാർ. അഗ്നിഹോത്രികളുടെ ജീവിത നിയോഗ പ്രവചനങ്ങൾ മനുഷ്യ നന്മയ്ക്ക്.